കറന്റ്ലി ലേറ്റസ്റ്റ് ഭയങ്കര കത്തിക്കൊണ്ടിരിക്കണല്ലോ. അപ്പൊ ന്യൂസ് ചാനൽസിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനൽസിൽ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള സാധനങ്ങൾ, ഇതിന്റെ തംനെയിലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഇത് ചില്ലറ മിസ്കൺസെപ്ഷൻ ഒന്നല്ല, അത് അതിന്റെ അപ്പുറം പോയിട്ട് ഭയങ്കര പച്ച നുണകളും പച്ച കള്ളങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകൾക്കിടയിൽ ഹെയ്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭയങ്കര ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ഈ മിസ്കൺസെപ്ഷൻസ് ഭയങ്കര ഇതില് ഇപ്പൊ അതിൽ തന്നെ സാധാരണ ഈ വഖഫിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ആളുകൾ പോലും ഉദ്ധരിക്കാറുള്ള സാധനം എനിക്ക് കുറച്ച് ഡൗട്ടുകളാണ്. ആ ഡൗട്ട്, അതായത് വഖഫ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഓണർ എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോ ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താ? ലൈക്ക് വഖഫിൽ ഇത്ര ഈ നേരത്തെ പറഞ്ഞ ഈ ഭീകര രൂപം റെയിൽവേക്കും ഡിഫൻസിന് ശേഷം വഖഫ് ബോർഡും വഖഫ് കൗൺസിലൊന്നും എന്തല്ല ഓണറല്ല. ആത്യന്തികമായിട്ട് എന്താണ് ഈ ഇന്ത്യയിലൊട്ടാകെ പല ഭാഗത്തായിട്ടുള്ള പള്ളികൾ, മദ്രസകൾ, ദർഗകൾ, മക്ബറകൾ എന്നൊക്കെ പറയുന്നത് എന്തല്ല വഖഫ് ബോർഡിന് ആർക്കും എന്തില്ല ഓണർഷിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുവർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ അനന്തരം എടുക്കാനോ കഴിയുന്ന ഒരു സാധനമല്ല. ഇതിവര് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ചരിത്രം പറഞ്ഞല്ലോ, ഇതിന്റെ സൂപ്പർവിഷൻ ഈ മുത്തവല്ലികൾ കറക്റ്റായിട്ട് എന്താക്കുന്നുണ്ടോ, ഇത് ഇവരുടെ വാക്കിഫിനനുസരിച്ച് നീയത്തിനനുസരിച്ച് അതിന്റെ പർപ്പസിനെ നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത് വഖഫ് ബോർഡും കൗൺസിലും. അതിനാൽ ഇതിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്തല്ല, ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും എന്താക്കാം, വിൽക്കുകയും അതിനെ അക്വയർ ചെയ്യുകയും അതിനെ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുക. അതുപോലെയുള്ള ഒരു എൻറ്റിറ്റി അല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് സർക്കാർ നാളെ വിചാരിച്ചാൽ പിരിച്ചുവിട്ട് വേറെ ഒന്നിനും എന്താക്കാം. ഇന്നലെ മിന്നാന്ന് ആന്ധ്രാപ്രദേശിൽ വഖഫ് ബോർഡിനെ അവിടുത്തെ ചന്ദ്രബാബു നായിഡു നായിഡു ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത്ര മാത്രം ഒരു ചെറിയ ആയിട്ടുള്ള എൻറ്റിറ്റിയാണ് എന്ത് വഖഫ് ബോർഡ് എന്ന് പറയുന്നതും വഖഫ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരേ ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ, അതിനെ സൂപ്പർവൈസ് ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം വഖഫ് മുതലുകൾ എടുത്താൽ എന്തോ വലിയൊരു മുതലുകൾ ഉണ്ട് എന്ന് പറയുന്നതും വളരെ ബാലിശമായിട്ടുള്ള കുപ്രചാരമാണ്. അങ്ങനെ ഒരു വലിയൊരു മുതലുകളുള്ള ഒരു സംഗതിയല്ല എന്ത് വഖഫ് എന്ന് പറയുന്നത്. അതിന് മാത്രം സ്വത്തുകളൊന്നും ആസ്തിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ള 2 നിലവറകൾ, ഇപ്പം തുറക്കപ്പെട്ട നിലവറകളിലുള്ള അത്ര സ്വത്ത് ഇന്ത്യയിലുള്ള മൊത്തം വഖഫിനുള്ള ആസ്തി ഇല്ല. ഇടയ്ക്ക് ഗുരുവായൂരുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു വാർഷിക വരുമാനം എന്ന് പറയുന്നത് 200 കോടിയിലധികമാണ്. ഇന്ത്യയിലുള്ള മൊത്തം വഖഫുകളുടെ വരുമാനം എന്ന് പറയുന്നത് 140 കോടിയാണ്. അതായത് കേരളത്തിൽ 6 ദേവസ്വം ബോർഡുകളിലുണ്ട്. അതിലൊരു ദേവസ്വം ബോർഡാണ് എന്ത് ഗുരുവായൂരൻ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കൊല്ലത്തെ വരുമാനമാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള മൊത്തം വഖഫുകളുടെ വരുമാനം എന്ന് പറയുന്നത് 140 കോടിയാണ്. അതിലെന്തായാണ് അപ്പൊ ഈ പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എന്തോ ഭയങ്കരമായിട്ട് കൈയടക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, അങ്ങനെ ഒരു പ്രോപ്പർട്ടി മുസ്ലിങ്ങളുടെ കയ്യിലില്ല. ഇപ്പൊ അതില് പറയുന്നുണ്ട്, ആന്ധ്രയിലും തമിഴ്നാട്ടിലെയും മാത്രം അമ്പലങ്ങളുടെ കീഴിലുള്ള പ്രോപ്പർട്ടി എടുത്ത് നോക്കിയാല് അത് 9 ലക്ഷം ഏക്കറാണ്. 9 ലക്ഷം ഏക്കറാണ്. പക്ഷെ മൊത്തം ഇന്ത്യയിലെ വഖഫ് നോക്കി കഴിഞ്ഞാല് അതിന്റെ കീഴിലുള്ളത് വെറും 6 ലക്ഷം ഏക്കറുകളാണ്. അപ്പൊ 2 സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കിയാൽ തന്നെ അത് കവറായി. പക്ഷെ ഈ ഒരു ഐഡിയ ലൈക്ക് എല്ലാവരും വളരെ പൊതുവായിട്ട് സിമ്പിൾ ആയിട്ട് പറയുന്ന സാധനം. ഈ വഖഫിന്റെ കാര്യത്തിൽ ഒരു സർവേയും അതിന്റെ റെക്കോർഡുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ചർച്ചിന്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ പ്രോപ്പർട്ടിയും ഒന്നുമില്ല. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമോ സർവേയോ ഒന്നില്ല, നടക്കുന്നില്ല. അതിനാൽ ഡാറ്റ പബ്ലിക്കിലില്ല. അതിനാൽ ആളുകൾക്ക് എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ സുഖമാണ്. യഥാർത്ഥത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ഒരൊറ്റ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള മാത്രം അത് പബ്ലിക്കിൽ അവൈലബിൾ ആണല്ലോ. അതൊന്ന് എടുത്തു കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഇതിലുള്ള തെറ്റിദ്ധാരണ മാറും. ചർച്ചുകളുടെ ഒന്നും കണക്ക് നമ്മളെ കയ്യിൽ ആർക്കും ഇല്ല. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താവും, കേരളത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും തെറ്റല്ല. ഒരു സമുദായത്തിന് അവരുടേതായിട്ടുള്ള ക്ഷേത്ര സ്വത്തുകളോ അല്ലെങ്കിൽ ചർച്ച് പ്രോപ്പർട്ടികളോ ഉണ്ടാകുന്നത് തെറ്റല്ല. കാരണം അത് അവരുടെ പൂർവികരോ അല്ലെങ്കിൽ അവർ ഇക്കാലത്തോ ദാനം ചെയ്ത, അതായത് സ്വന്തം മുതൽ നിന്ന് ദാനം ചെയ്യുന്നതാണല്ലോ, കൈമാറാൻ. അതിൽ എന്തില്ല, നമുക്കൊരു കെറുവോ അല്ലെങ്കിൽ അസൂയോ വേണ്ടിയില്ല. കാരണം അത് ആ സമൂഹത്തിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് എന്താകാണ് അവര് അങ്ങനെ ഉപയോഗിച്ചോട്ടെ. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താകാണ്, ഇത് മുസ്ലിങ്ങൾ എന്തോ എല്ലാവരുടെയും പിടിച്ചടക്കി ഇവിടെ വേറെന്തോ വേറൊരു സ്ഥലം ഉണ്ടാക്കുന്നു, വേറൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്താക്കുന്നത്
പ്രചാരണം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൈക്ക് വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ യഥാർത്ഥത്തില് അങ്ങനെ വഖഫ് ബോർഡ് എവിടെയും ക്ലെയിം ചെയ്തില്ലല്ലോ. വഖഫ് ബോർഡും വഖഫാണെന്ന് മുസ്ലിങ്ങൾ എവിടെയും ക്ലെയിം ചെയ്തില്ലല്ലോ. അങ്ങനെ ക്ലെയിം ചെയ്യുന്ന പോലെ ആരാ ഉള്ളതെന്നുള്ള സമ്പൽ ഇഷ്യൂല് കണ്ടല്ലോ. ഒരിപ്പം അജ്മീർ ഇത് പിന്നെ ക്ഷേത്രമാണെന്ന് പറയുന്നു. ഇപ്പം ജമാ മസ്ജിദ് ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ജമാ മസ്ജിദാണ്. അങ്ങനെ തോന്നും പോലെ പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് കണ്ണ് തുറന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഈ പ്രോപ്പഗണ്ട എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമല്ല. അത് ബോധപൂർവമായിട്ട് അതിനെന്താക്കാണ്, അത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു അവരെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു ഐഡിയോളജിക്കൽ പൊസിഷനാണ്. അതിനാൽ കേവലമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല. നമുക്ക് എന്ത് തന്നെ കേട്ടാലും ചർച്ചിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇത് കേട്ടാലും നമ്മളത് അപ്പയുടെ വിണങ്ങുന്നുണ്ടോ? നമ്മളത് സാമാന്യം പരിശോധിക്കുകയും അതിലുള്ള സത്യാവസ്ഥ നോക്കുകയും ചെയ്യില്ലേ? പക്ഷെ ഈ പ്രൊപ്പഗണ്ട മീഡിയ വർക്ക് ചെയ്യുന്നത്, അതായത് ഒരാൾ ഇങ്ങനെ നടക്കാണ്, അപ്പൊ നടന്നപ്പോ അവിടെ വഴിയിൽ ഇങ്ങനെ നല്ല അടിപൊളി കളച്ച് വെക്കുന്ന പറമ്പുണ്ട്. ആ പറമ്പിലേക്ക് വിരൽ ചൂണ്ടി, അപ്പൊ ആ പറമ്പ് വഖഫ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞാൽ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയെ പിന്നെ എന്തൊക്കെയാണ് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? ഒരു രാജ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു നിയമവ്യവസ്ഥയും അവിടെയുള്ള പ്രോപ്പർട്ടീൻ്റെ മേലുള്ള കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നതോടുകൂടിയല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഈ ജുഡീഷ്യറി ഒക്കെ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ജുഡീഷ്യറിക്ക് ഇതിൻ്റെ ആ പൗരൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മറ്റു അവകാശങ്ങളൊക്കെ വകവെച്ച് കൊടുക്കാനും സംരക്ഷിക്കാനാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങളുടെ വഖഫാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിനെയും നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഭീകര സംഭവം. ഇത് 1-2 യൂട്യൂബ് ചാനൽസ് ഒന്നല്ല, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതായിട്ടാ ഈ നിയമവ്യവസ്ഥ എന്നൊക്കെ പറയുന്നത്. ബ്രിട്ടീഷ് കാലം മുതൽ ഉണ്ടായി വന്നിട്ടുള്ളതും ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാ മതസ്ഥരായിട്ടുള്ള ജഡ്ജിമാരും ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥയല്ലേ. മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്.